ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലെസ് യു ആൻഡ് എസ്. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുക. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ ഒരു റൂം എടുത്ത് താമസിച്ചായിരുന്നു നമ്മൾ പോകുന്ന വഴി. എന്നിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ എടുത്ത റൂമാണ്. അപ്പോൾ തൊട്ട് നമ്മൾ ഈ റൂമിലാണ് വെളിയിലോട്ടൊക്കെ പോയി. പിന്നെ വൈകിട്ട് മഴയും ഒക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയി. ഇനി നമുക്ക് 6-7 മണിക്കൂർ ഓട്ടം നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ടുണ്ട്. നമ്മളിനി 3-4 ദിവസം കഴിയും എന്തായാലും വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ താഴെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ചെന്ന് നോക്കിയായിരുന്നു. താഴോട്ട് പോയില്ല, ഞാൻ 3-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഇന്ന് നോക്കി വണ്ടി അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി ഡോർ പറഞ്ഞേ വെളി നോക്കി വണ്ടി അവിടെ താഴെ ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ ഇത് റെഡിയായി. ഞാനിന്നലെ റെയിൻകോട്ട് മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ റെയിൻകോട്ടെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്ന റൈഡിങ് ജാക്കറ്റിൻ്റെ സെറ്റ് കൊള്ളാം, നല്ല സാധനമല്ലേ അത്. ഞാൻ വണ്ടിയുടെ അടുത്ത് വന്ന് വേണ്ട ലോറിയൊക്കെ പോകും നമ്മുടെ വണ്ടിയിൽ. ഇനിയിപ്പോൾ നമുക്ക് പോവാം. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റി ഇതിനകത്തെല്ലാം കുപ്പിയും വെള്ളമൊക്കെ നമുക്കപ്പോൾ ഇറങ്ങാം. എന്തായാലും നമ്മൾ പോകുന്ന വഴിയായത്. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ 5:30 ഞാൻ 5 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. വേണ്ട ഓപ്പോസിറ്റ് മല മൊത്തം ഒറ്റപ്പെട്ട വിജനമായ സ്ഥലമാണ് മൊത്തമേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. ഹോട്ടലോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കട്ടെ. ചെക്ക് പോസ്റ്റായി. വണ്ടികളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ റോഡിൽ. ഇടയ്ക്കിടയ്ക്ക് എന്തുവാ നേരം വെളുത്ത് അങ്ങ് കാണുന്ന ചെക്ക് പോസ്റ്റ് ഇനി അത് കയറണം. ഇതുണ്ട് പമ്പ, ഇവിടുത്തെ പമ്പ് കണ്ടോ? ഇങ്ങനെയൊക്കെയാ പമ്പ്. നമുക്കെന്തായാലും മുന്നോട്ട് പോകാം. ഞാൻ അവിടുന്ന് ചായ അല്ല ബൂസ്റ്റും വടയും കഴിച്ചു. അതുകൊണ്ട് പോകാനുണ്ട്. തമിഴൻ സൂര്യൻ ഉദിച്ചിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ സൂര്യൻ. നമ്മളിത് പോകുന്ന വഴിയാ ഇത് കണ്ട. ഞാൻ വണ്ടി നിർത്തിയിട്ടൊന്ന് ഇറങ്ങിയതാ. വെയിലടിച്ചിട്ടേ കണ്ണ് കാണാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ആ കണ്ണാടി എടുത്തില്ല, അതെടുത്തായിരുന്നു സുഖമായിരുന്നു. കണ്ണിന് വിഷയമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ണ് ഇത് പുറകിൽ ഭയങ്കര ഇതുണ്ട്. ഇത്രയും വെയിലടിച്ചിട്ട് കാണാൻ വയ്യ. ഞാനങ്ങനെ ഒന്ന് നിർത്തിയതാ ജസ്റ്റ്. നമ്മളിത് അപ്പോൾ ഒരു ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. നമ്മുടെ ഉണ്ണിക്കണ്ണനെ വിളിച്ചു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആപ്പിളൊക്കെ ഇളകിപ്പോയായിരുന്നു. ഇവിടെ ആപ്പിളിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്, എല്ലാം പോയി. ഇനി അതെല്ലാം നാട്ടിൽ ചെന്നിട്ട് അതൊക്കെ ചെയ്യണം. ഈ ഹോട്ടലിലാണ് നമ്മൾ വന്നത്. തമിഴ്നാട് മൊത്തം വിജരിമ്പിച്ച സ്ഥലം. ആളുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ പോകത്തുള്ളൂ. അതുകൊണ്ടിങ്ങനെ തൊട്ട് പോവുക. നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവിടുന്ന് വണ്ടി വിട്ടത് എന്താ പൊയ്ക്കൊണ്ടിരിക്കുക. തമിഴ്നാട്ടിലത് ടോള്. നമ്മളിത് ഹൈവേയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇനിയും 3.5 മണിക്കൂർ ഓട്ടം ഉണ്ട്. 162 കിലോമീറ്റർ. 1:40 ആവും. പക്ഷേ എങ്കിലും ഇനിയും സമയം എടുക്കും. 2-4 മണിയോളമൊക്കെ ആവും എത്താൻ. ഹൈവേ 4 വരി പാതയാണ്. നല്ല സുഖമുണ്ട് ഓടിച്ചു വരാൻ. പക്ഷേ കണ്ടിന്യൂ ഇങ്ങനെ ഇത് തന്നെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാ പിന്നെ വിട്ടിങ്ങി വന്നു കുറേ. നമ്മളിത് തഞ്ചാവൂർ
കാരക്കുടി അതെന്താ പാറകളുടെ ഇടയ്ക്ക് ഒരു അമ്പലമാണ്. അമ്പലം നിൽപ്പുണ്ട്, നല്ല രസമുണ്ടത്. അപ്പോൾ ഈ റൂട്ടാണ് പോകുന്നത്. ഇനിയുണ്ട് 3 മണിക്കൂറും 16 മിനിറ്റും കണ്ടോ.
ഇതുണ്ട്, അത് നമ്മൾ പോകുന്ന വഴിയായത്. ഇത് ഇവിടെ ഉണ്ടോ, പശുവിനെ ആടിനെ എല്ലാം കൂടെ ഒരുമിച്ച് മേയ്ക്കാൻ വിട്ടേക്കുന്നുണ്ട്. ഇവിടെ നമ്മളടുത്ത് ഇവിടെയും ഉണ്ട്. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഒരു മരത്തണലിൽ വന്ന് നിൽക്കുക. ഇതേ പോയി ആടും എല്ലാം ഉണ്ട്. ഇവിടെ ഉൾഗ്രാമത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളേരിയയിലാണ് ഇപ്പം. കുറേ ഇങ്ങോട്ട് ഓടി. ഞാൻ എല്ലായിടവും നിർത്താത്ത നല്ല വെയിലുണ്ട്. ഇതുണ്ട്, ഈ ഒരു ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല വെയിലാണ്. അതെ, ഇത് മേയ്ക്കുന്ന ആളാണ് നിൽക്കുന്നത്. ഇതുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്.